മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകിയതിന് തൊട്ടുപിന്നാലെ തിരക്കിട്ട നീക്കങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ യോഗം ചേരുകയാണ്. ഈ പരാതിയിന്മേൽ ഏത് തരത്തിലുള്ള നടപടികളാണ് ഈ കൈക്കൊള്ളേണ്ടത്, ഈ പരാതിയിൽ എങ്ങനെയാണ് കേസെടുക്കേണ്ടത്, എന്ത് വകുപ്പുകൾ നിലനിൽക്കും എന്നടക്കം വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. രാഹുലിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ FB പോസ്റ്റിൽ രാഹുൽ നിരപരാധിയാണെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് ആ FB പോസ്റ്റ് ഇട്ടത്. എന്താണ് അന്വേഷണത്തിന്റെ പുതിയ ദിശയെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ട ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരാതി മാത്രമല്ല, അതിനാവശ്യമായ നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം. നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെളിവ് കൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്ന് മാത്രം. അല്ല, എന്ത് സസ്പെൻഡ് ചെയ്തിരും? അദ്ദേഹമല്ലേ ഇപ്പോൾ ഇലക്ഷൻ വർക്ക് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ഇലക്ഷൻ വർക്കിന്റെ മുമ്പന്തിയിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ. പിന്നെ സസ്പെൻഷൻ എന്നെല്ലാം പറയുന്നത് വെറുതെ പറയല്ലേ. പാർട്ടി നേതാക്കളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നാണ് അല്പം മുൻപ് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു അർത്ഥമില്ലാന്ന് വ്യക്തമായല്ലോ. അത് പാലക്കാടിന്റെ അനുഭവം തന്നെ പറയണം. രാഹുൽ ഫേസ്ബുക്കിൽ എഴുതിയത് സത്യം ചെയ്യിക്കും, എല്ലാം കോടതിയിൽ ബോധിപ്പിക്കും. ആയിക്കോട്ടെ. അല്ല, സർക്കാരിന്റെ കോർട്ടിലല്ല, സർക്കാരിന്റെ അന്വേഷണാത്മകമായ നിലയിലല്ലേ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകും. അല്ലാണ്ട് സർക്കാരിന് ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാൻ പോകും. എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടില്ല. അല്ല, രാജിവെക്കാൻ ഇന്ന് പ്രതിഷേധിക്കുന്നത് രാജ്യം മുഴുവൻ അതിന്റെ ഭാഗമായി മാറിയില്ലേ. ഇനി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രതിഷേധിക്കേണ്ടത് ഒരു നിമിഷം മുമ്പ് രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ ഇട്ടതുപോലെ നിയമയുദ്ധം നടത്തട്ടെ. അതേ പറയാൻ MV ഗോവിന്ദന്റെ പ്രതികരണമാണ് കേട്ടത്. ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് ഇരിക്കാതെ രാജിവെച്ച് ഒഴിയണം രാഹുൽ മാങ്കൂട്ടത്തിൽ. എത്രയോ നേരത്തെ രാജിവെക്കുന്നതാണോ അതാണ് രാഹുലിന് നല്ലത് എന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്.